ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരൻ രാജീവരുടെ വീട്ടിൽ SIT നടത്തിയ പരിശോധന പൂർത്തിയായി. പരിശോധന 8 മണിക്കൂറാണ് നീണ്ടത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, അങ്ങനെ വളരെ വിശദമായും തന്നെ ഒരു പരിശോധനയാണ് ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിച്ചതെന്ന വിവരം പുറത്തു വരുന്നുണ്ടോ? നിലവിൽ എന്തൊക്കെ പരിശോധിച്ചു, എന്തൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള കാര്യത്തിൽ SIT ഒരു വ്യക്തത നൽകുന്നില്ല. പക്ഷേ 3 കാര്യങ്ങളിലാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടന്നത്. ഒന്ന്, തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളത്. മറ്റൊന്ന്, തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുള്ള തെളിവുകൾ. അതിന് പ്രധാനമായും SIT ആശ്രയിക്കുന്നത് ബാങ്ക് ഇടപാടുകളാണ്. തന്ത്രിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഇന്ന് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുകയാണ്. അതിനുമപ്പുറം ഇന്ന് പരിശോധനയിൽ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങളുടെ പഴക്കവും തൂക്കവും മൂല്യവും കണക്കിലെടുത്ത് അത് പരിശോധിച്ച് അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു തരി സ്വർണ്ണമെങ്കിലും അതിലുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. അതിന് സ്വർണ്ണപ്പണിക്കാരുടെ കൂടി സഹായം തേടിയാണ് അന്വേഷണ സംഘം ഇന്ന് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ചെങ്ങന്നൂരിലെ തന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൂടി അധികമായി ഇന്ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ നിർണായകമായ പരിശോധനയുടെ ഫലം അത് SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇനി മുന്നോട്ട് ഈ കേസിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും 8 മണിക്കൂറാണ് ഇന്ന് SIT സംഘം ഈ തന്ത്രിയുടെ ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തി പരിശോധന പൂർത്തിയാക്കി രാത്രി 10:45 മടങ്ങിയത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.